നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത 70ാമത്തെ വയസ്സിലാട്ടോ അമ്മ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അമ്മയ്ക്ക് ആവുന്ന കാലം വരെ അമ്മ ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇന്നത്തെ ഭക്ഷണക്രമമൊക്കെ മാറിയതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളായാലും അമ്മമാരായാലും അധികം വർക്കൗട്ട് വ്യായാമമൊന്നുമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോറിൻ റീലുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതായത് മുത്തശ്ശന്മാരും അവിടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണത്. ഈ ഒരു എക്യുപ്മെന്റ് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. പക്ഷെ വളരെയധികം സ്പീഡിലാട്ടോ അമ്മ അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ഇതുപോലെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്താകുന്ന പോലും നമുക്കറിയില്ല. പുതിയ തലമുറയിലെ കുട്ടികൾ ഈ അമ്മനെ കണ്ടുപഠിക്കണം. കാരണം ഇപ്പോൾ ഒരുപാട് പേര് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ദിവസം രാവിലെ ഇങ്ങോട്ട് വന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മയുടെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വൈറലായ ഒരു അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരിയാണ് അമ്മ. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എലവഞ്ചേരിയിലുള്ള ഒരു അമ്മയാണ്. അപ്പം അമ്മയുടെ പേരെന്താണ്? തങ്ക. അമ്മയ്ക്ക് എത്ര വയസ്സായി? 70ാമത്തെ വയസ്സിലാണ് അമ്മ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര നാളായി ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാൻ വരാൻ തുടങ്ങി. ഇത് അപ്പോൾ 5ാമത്തെ മാസമാണ് തോന്നുന്നു ഇത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട്. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും വരുന്ന കണ്ടു. ഇപ്പം നമ്മളും വന്നു ഇത് ചെയ്തു. ഇതൊരു വലിയ ജിമ്മൊന്നും അല്ല, ഇവിടെ പഞ്ചായത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ജിമ്മാണ്. ഇതിന്റെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ല അല്ലേ? കഴിഞ്ഞെന്തോ അതെനിക്കറിയില്ല. നമ്മളാണ് ആദ്യം ചെയ്തത് ഇവിടെ വന്നിട്ട്. അത് ശരി. അവിടെ കുട്ടികളൊക്കെ വന്ന് ചെയ്യാറുണ്ടോ? ഓ കുട്ടികളൊക്കെ വരും. ചെറിയ കുട്ടികൾ വലിയ കുട്ടികളൊക്കെ വരും. അവര് ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ അവർ തോന്നി വരും. 2 ദിവസം വന്നാൽ 4 ദിവസം വരില്ല. നമ്മൾ വൈകിട്ട് എപ്പോഴും വരും. ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും വരും. വരാത്തവരോട് പറഞ്ഞു എന്തുകൊണ്ട് വരുന്നില്ല, നിങ്ങൾ വന്ന് കുറേശ്ശെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സമാധാനം കിട്ടില്ല. വീട്ടിലിരുന്ന് പൊറുതിമുട്ടിനെ വെച്ച് നല്ലത് ഇവിടെ വന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് ചെയ്തു പോയാൽ നമുക്ക് ഇത്തിരി ഒരു ആശ്വാസം കിട്ടും ശരീരത്തിന് എന്ന് ഞാൻ പറയും. വരുന്നവർ വരും, വരാത്തവരും. അപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് അമ്മ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്കൗട്ടൊക്കെ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യണ്ടോ? എനിക്കൊരു മനസ്സിലേക്ക് ഒരു സമാധാനം, ഒരു ആരോഗ്യം, എല്ലാം കൊണ്ട് എനിക്കൊരു മനസ്സിനൊരു കുളിർമ. അമ്മ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് തന്നെ ചെയ്യുന്നത്. സത്യത്തിൽ എനിക്കിത് എൻ്റെ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു സമയത്താണ് ഈ അമ്മ 70ാമത്തെ വയസ്സിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊക്കെ ഒരു ഭീഷണിയാണോ? നല്ല മസിലൊക്കെ വരുത്താനുള്ള പരിപാടിയാണോ? മസിലൊന്നും വേണ്ട, നമ്മൾക്ക് എപ്പോഴും ഈ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയാൽ മതി. പെട്ടെന്ന് എന്താ ജിമ്മിനോട് ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം? നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്നിട്ട് എന്താ കാര്യം? വെറുതെ ഇരുന്നാൽ നമ്മുടെ ചൊരയിൽ നിന്നൊക്കെ ഓടണ്ടേ. അപ്പം നമുക്ക് ഒരു നരമ്പ്, കായ്വലി, മുട്ടുവലി, കാലുവലി പറഞ്ഞ എല്ലാ വേദനയും ഉണ്ട്. അപ്പം മരുന്നൊക്കെ ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഇരിക്കില്ല. വൈകിട്ട് ഒരു 5-5:30 വിളക്കൊക്കെ വെച്ച് 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇവിടെ നിൽക്കും. അപ്പോൾ ഈ ഒരു ജിമ്മിലുള്ള എല്ലാ എക്യുപ്മെൻറ്റും അമ്മ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എല്ലാ ദിവസങ്ങളിലും ഈവനിംഗ് ആണ് അമ്മ ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ എല്ലാ വർക്കൗട്ടും പ്രോപ്പർ ഓർഡറിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ചെസ്റ്റൊക്കെ ചെയ്തു, പിന്നെ ബൈസ്, അതേപോലെ ലെഗ് ഒക്കെ ചെയ്തു. പ്രോപ്പർ